ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ഐസ്ക്രീം റെഡിയാക്കാൻ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ വിപ്പിംഗ് ക്രീമോ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരു ഐസ്ക്രീമിൻ്റെ ബാറ്ററിൽ നിന്നും നമുക്ക് 2 സൈസിലുള്ള ഐസ്ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം മൈദയോ ഗോതമ്പ് പൊടിയോ എടുത്താൽ മതി. ഇനി ഈ പാലിൽ നിന്ന് നമുക്ക് കുറച്ച് കോൺഫ്ലോറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കോൺഫ്ലോറും പാലും മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി പാലിലേക്ക് തന്നെ തിരിച്ചൊഴിച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഞാൻ 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരയിൽ നിന്നും പകുതി ഭാഗം നമുക്ക് ഈ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ബാക്കിയുള്ള പഞ്ചസാര നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാനിവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. കോൺഫ്ലോറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ പഞ്ചസാരയുടെയും പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയൊക്കെ ഒരു മിക്സ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഞാനിവിടെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ. അടുത്തതായിട്ട് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാൻ നമുക്കൊരു 3 മുട്ടവെള്ള ആവശ്യമുണ്ട്. മുട്ടവെള്ള എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലേക്ക് മഞ്ഞക്കരുവിൻ്റെ ഒരു തുള്ളി പോലും വീഴാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ മുട്ടവെള്ള എടുക്കുന്ന ബൗള് വെള്ളത്തിൻ്റെ അംശമൊന്നും കാണരുത്. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ബൗളായിരിക്കണം. എന്നാൽ മാത്രമേ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മുട്ടവെള്ള ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ മുട്ടവെള്ളയിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ട് ആദ്യം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള ചെറുതായിട്ടൊന്ന് പതഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കി വെച്ചിരിക്കുന്ന പൊടിച്ച പഞ്ചസാര ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കേക്കിലേക്കൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ഈ ഒരു മുട്ടവെള്ളി നല്ല സ്റ്റിഫ് ഫിക്സ് ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ വിസ്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും ഇതൊന്ന് തിക്കായി വരാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ എസൻസ് ചേർത്ത് കൊടുക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ ആണെങ്കിലും കോഫി എസൻസ് ഒക്കെ ആണെങ്കിലും ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ മുട്ടവെള്ള ഇവിടെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന അതേ കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രം കമഴ്ത്തിയാൽ പോലും താഴോട്ട് പോവില്ല. അങ്ങനെ നമ്മുടെ പാലിൻ്റെ ഒരു മിക്സ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതിലേക്കും 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ മുട്ടവെള്ള ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പാലിൻ്റെ ഒരു മിക്സിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ പാലും മുട്ടവെള്ളം ബീറ്റ് ചെയ്തതും കൂടി ഇവിടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീമിനുള്ള ബാറ്റർ നല്ല ക്രീമി ആയിട്ടും വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 പാത്രങ്ങളിലായിട്ടാണ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഒരു പാത്രത്തിൽ ഈ ഒരു വൈറ്റ് കളറിൽ തന്നെ ഒഴിച്ച് വയ്ക്കുവാണ് വനില ഐസ്ക്രീം. ബാക്കിയുള്ള ബാറ്ററിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഈ ഒരു ഐസ്ക്രീം ബാറ്റർ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലും 3 മുട്ടയുടെ വെള്ളയും വെച്ചിട്ട് നമുക്കൊരു 1.5 ലിറ്റർ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ 2 ഐസ്ക്രീമും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് സെർവ് ചെയ്യാം.
അങ്ങനെ 2 ഐസ്ക്രീമും ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. വാനില ഐസ്ക്രീമിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുവാണ്. ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഗാർണിഷൻ ചെയ്ത് കഴിഞ്ഞു. കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. ഇതുണ്ടാക്കി നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അതോടൊപ്പം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.